വെൽക്കം ബാക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഉയർന്നു വന്നിരുന്നു. വ്യാജ വോട്ട്, കള്ളവോട്ട്, ഇരട്ട വോട്ട്. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ക്രിമിനൽ നടപടിയെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ എസ് ചിത്ര. ഇരട്ട വോട്ടുകളുടെ ലിസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറിയിരിക്കുകയാണ് കളക്ടർ. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുടെ യോഗവും നടന്നു. മണ്ഡലത്തിന്റെ അതിർത്തികളിലുള്ള ബൂത്തുകളിലും പരിശോധന നടത്തിയതായി കളക്ടർ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ചതോ നമുക്ക് കണ്ടെത്താനായതോ ആയിട്ടുള്ള പേരുകൾ പ്രത്യേകം ലിസ്റ്റാക്കിയിട്ടുണ്ട്. സാധാരണ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഫോം 8 ആണ് അപേക്ഷ നൽകേണ്ടത്. പക്ഷേ ചില കേസുകളിൽ ഇപ്പോൾ ആരോപണം വന്നത് അവർ ബോധപൂർവം മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ളത് മറച്ചു വെച്ച് പുതിയൊരു മണ്ഡലത്തിൽ വോട്ടറായിട്ട് ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കേസിൽ നമ്മൾ പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ വന്നാൽ അത് അനധികൃതമായിട്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി AST ലിസ്റ്റ് ഓരോ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. ഓരോ പോളിംഗ് ബൂത്തിലും എത്തുന്ന ബൂത്ത് ഏജന്റുമാർക്ക് ആ AST ലിസ്റ്റ് പരിശോധിക്കാം. ഇക്ബാൽ അറക്കൽ ചേരുന്നു നമുക്കിപ്പം. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽമേൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുന്നു. ഇപ്പോൾ കളക്ടർ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇങ്ങനെ വോട്ടുകൾ ഉണ്ടായെന്നുള്ള ആരോപണമായി അത് നിൽക്കുകയും നടപടികൾക്ക് പോകാതിരിക്കുകയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആബ്സെന്റീസ്, ഷിഫ്റ്റ്, ഡെത്ത് ഇതെല്ലാം മാർക്ക് ചെയ്യുന്ന ഒരു ലിസ്റ്റ് തന്നെ വന്നിരിക്കുകയാണ്. ഈ പട്ടിക അനുസരിച്ച് എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ? എന്തൊക്കെയാണ് കളക്ടർ പറയുന്നത്? ഇക്ബാൽ. സുജിയ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ പോലും അനധികൃതമായി വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കടന്നിരിക്കുന്നു. റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ വ്യാജ വോട്ട് സംബന്ധിച്ചും ഇരട്ട വോട്ട് സംബന്ധിച്ചുമുള്ള വാർത്തയെ തുടർന്നാണ് ഒരുപാട് പരാതികൾ പിന്നീട് ജില്ലാ കളക്ടർക്ക് മുമ്പാകെ എത്തുന്നത്. അതായത് പല ബൂത്തുകളിലും, പ്രത്യേകിച്ചും അതിർത്തി ബൂത്തുകളിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പിന്നീട് ജില്ലാ കളക്ടർക്ക് ലഭിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് റിപ്പോർട്ടർ ഈ ഇരട്ട വോട്ട് സംബന്ധിച്ചുള്ള വിവരങ്ങളും നൽകിയത്. പിരായിരി പഞ്ചായത്തിലെ ചില ബൂത്തുകളിൽ ഒരാൾക്ക് തന്നെ 2-ലധികം വോട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ 1-ലധികം വോട്ടുകൾ ഉണ്ട് എന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ വാർത്ത ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർക്ക് കൃത്യമായ ഒരു അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ തഹസിൽദാർമാരുടെ നേതൃത്വത്തിലുമാണ് കൃത്യമായ ഒരു പരിശോധന നടന്നത്. ഏതായാലും ആ പരിശോധനയെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഒരു പ്രത്യേക പട്ടിക തന്നെ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിരിക്കുന്നു. AST പട്ടിക, അതായത് ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത്, കൃത്യമായി ആരൊക്കെയാണ് മണ്ഡലത്തിൽ ഇല്ലാതെ താമസമില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ ആ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും പാലക്കാട് മണ്ഡലത്തിലേക്ക് വോട്ട് ചെയ്ത ആളുകൾ, മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും മരിച്ചുപോയ ആളുകൾ, ഇവരുടെ എല്ലാം കൃത്യമായുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു AST പട്ടിക എന്ന രീതിയിലൊരു ലിസ്റ്റ് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഇന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് വോട്ടിംഗ് മെഷീനുകൾക്കൊപ്പം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഈ AST പട്ടികയിൽ പെടുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തും. ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം ഇവർക്കെതിരെ ഉയർന്നാൽ ഇവരുടെ ചിത്രങ്ങളും അതേപോലെ തന്നെ ദൃശ്യങ്ങളും കൃത്യമായി തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ പകർത്തും. സത്യവാങ്മൂലം ഇവരുടെ നിന്ന് എഴുതി വാങ്ങും. ഈ സത്യവാങ്മൂലം തന്നെ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ പിന്നീട് ഇവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നേതൃത്വം അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ, ക്ഷമിക്കണം, 1 വർഷം പിഴയും അതുപോലെ തന്നെ പിഴയും വരുന്ന രീതിയിലുള്ള ഇപ്പോൾ ഒരു ശിക്ഷ ഇവർക്കെതിരെ ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വ്യാജ വോട്ടും അതുപോലെ തന്നെ ഇരട്ട വോട്ടും സംബന്ധിച്ച കൃത്യമായ ഒരു നടപടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചിരിക്കുന്നു. ഒരാളെ പോലും അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇക്ബാൽ, നാളത്തെ പോളിംഗ് ഡേയിൽ നമുക്ക് കൂടുതൽ കാര്യമായി തന്നെ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ വലിയ വാർത്താ സംഘം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ അവിടങ്ങളിൽ തന്നെ ഉണ്ടാകും. താങ്ക് യു ഇക്ബാൽ.